രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കോൺഗ്രസ് രേഖാമൂലം സ്പീക്കറെ അറിയിച്ചേക്കും. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വിവരം ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കാനാണ് ആലോചന. പാർട്ടിയിൽ ധാരണയായ ശേഷം പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകും. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ രാഹുൽ സ്വന്തം നിലയ്ക്കാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് കോൺഗ്രസ് നിലപാട്. രാഹുൽ പാർട്ടിയിലില്ലെന്ന് ഇന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവർത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനോട് എ ഗ്രൂപ്പിലെ ചില നേതാക്കൾക്ക് മമതയുണ്ടെങ്കിലും വഴങ്ങാൻ വി.ഡി. സതീശൻ അടക്കമുള്ളവർ തയ്യാറല്ല. രാഹുലിനെ സംരക്ഷിച്ചു എന്ന പഴി കേൾക്കാനാവില്ലെന്നാണ് ഇവരുടെ നിലപാട്. പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന സന്ദേശം നൽകിയാൽ പരാതിക്കാരിൽ ആരെങ്കിലും രംഗത്തു വരുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. ഇനിയും പുറത്തുവരാത്ത അടക്കമുള്ള ചില പരാതികൾ കൂടി രാഹുലിനെതിരെ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയുടെ ഭാഗമല്ലെന്ന് ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കാനാണ് നീക്കം. KPCC അധ്യക്ഷൻ മറ്റു നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാവും അന്തിമ തീരുമാനമെടുക്കുക. തിങ്കളാഴ്ച സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് കത്ത് നൽകാനാണ് നീക്കം. അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ്, പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലില്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ KPCC പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് KPCC പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. കോൺഗ്രസ് കത്ത് നൽകിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിറ്റീസില്ല. രാഹുൽ മാങ്കൂട്ടം തീരുമാനിക്കാം. രാഹുൽ സഭയിലെത്തുന്ന കാര്യത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത്. അപ്പോഴും രാഹുലിനെ ഭരണപക്ഷം കടന്നാക്രമിച്ചാലും ഇടപെടാൻ പ്രതിപക്ഷം മുതിരില്ല. മീഡിയ 1 തിരുവനന്തപുരം.